Hello friends, welcome back to my YouTube channel, The Classy Us. Let's go. ഞാൻ ചെയ്യുന്ന വ്ളോഗിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അടുത്തൊരു സിറ്റിയിലോട്ട് ട്രാവൽ ചെയ്യുകയാണ്. കാരണം ഇവിടെ വലിയ ഷോപ്പിങ്ങിൻ്റെ ഓപ്ഷൻസ് ഇല്ലെന്ന് ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ലേ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് 4 മാസമാകുന്നു. ഒക്ടോബറിലാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഒന്ന് ഇതുപോലെ ട്രാവലൊക്കെ ചെയ്ത് പോയിട്ട്. പിന്നെ നമ്മൾ മഞ്ഞും ഇതൊക്കെ കാരണം വീട്ടിൽ തന്നെ ആയിരുന്നു. അങ്ങനെ എങ്ങോട്ടും പോയിട്ടില്ല. വീട് ജോലി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മടുപ്പായി തുടങ്ങി 4 മാസമായി ഇപ്പം. അപ്പോൾ എന്തായാലും ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ വലിയ ഷോപ്പിംഗ് ഒന്നും ചെയ്യാനില്ല. പക്ഷെ കുറേ നാളായില്ലേ പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് പോയിട്ട് വരാം. കുറച്ച് റിലാക്സ് ആവുമല്ലോ. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഈ ഒരു ഡ്രസ്സാണ്. ഞാൻ ലോങ് വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന ഡ്രസ്സാണ് ഇത്. അതായത് കഴിഞ്ഞ ആഴ്ചയാണ് വാങ്ങിച്ചു തന്നത്. അതായത് ഞാൻ വാങ്ങി തന്നിട്ടില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചിട്ട് നമുക്ക് കൊണ്ടു തരുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പരാതി പറയും, എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തന്നിട്ടില്ല. അതായത് ആളുടെ ഇഷ്ടത്തിന് എനിക്കൊരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്യരുത്. അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കോക്കനട്ട് മിൽക്ക് വാങ്ങിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഈ ഒരു ഡ്രസ്സും കൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി. കാരണം തന്നെ സെലക്ട് ചെയ്ത് ഇതിലെന്തോ വലിയ കാര്യമൊക്കെ ചെയ്ത പോലെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി ഒന്നാമത് എനിക്ക് ഗ്രേ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇന്ന് പുറത്ത് പോകല്ലേ, അപ്പോൾ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഡ്രസ്സ് എന്തായാലും ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ട് സൂക്ഷിച്ച് വെക്കും. കാരണം എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കതിനോടൊരു ഇഷ്ടം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. വേറൊരാൾ സെലക്ട് ചെയ്ത് തന്നാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിട്ടപ്പം കുറച്ച് ഒരു വേസ്റ്റ് പോർഷനൊക്കെ കുറച്ച് സ്ലിമ്മറായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ തണുപ്പത്ത് ഇടാൻ പറ്റിയ കുറച്ച് അങ്ങനത്തെ ഒരു വിൻ്റർ ടൈപ്പ് ഓഫ് ക്ലോത്താണിത്. ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഈ ഒരു ഗോൾഡൻ കമ്മലാണ് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷേ എനിക്കൊരു കൺഫ്യൂഷൻ, ഈ ഗ്രേ ഡ്രസ്സിൻ്റെ കൂടെ ഗോൾഡൻ ആണോ സിൽവർ ആണോ എന്ന് എനിക്കറിയത്തില്ല. രണ്ടും ഇട്ട് നോക്കി, പക്ഷേ എനിക്കിതാണ് കുറച്ചുകൂടെ മാച്ചെന്ന് തോന്നി. അപ്പം അങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ഇല്ല, കാരണം നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോലെ വേറെ എവിടെയും പോലല്ലോ. പിന്നെ ഒരു പിങ്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ ഔട്ട്ഫിറ്റാണ്. പ്രത്യേകിച്ച് വലിയ കളർഫുൾ അങ്ങനെയൊന്നും അല്ല. എനിക്ക് അതുകൊണ്ട് അങ്ങനെ സിമ്പിൾ ഡ്രസ്സുകളാണ് ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റായിട്ട് നമുക്ക് പെർഫ്യൂമും കഴിക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ കൂടെ ആരൊക്കെയാണ് ഷോപ്പിങ്ങിന് വരുന്നതെന്നൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. നമുക്ക് ഏകദേശം ഒരു 200 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്ത് എത്താനുണ്ട്. അപ്പം നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ എടുത്തു, പോവാന്നൊക്കെ എടുത്തു. അയ്യോ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഇന്ന് ആരൊക്കെയാ നമ്മുടെ കൂടെ ഷോപ്പിങ്ങിന് വന്നേന്ന് കണ്ടോ? കമോൺ, സംഗൂസ് വ്ലോഗ്, വെൽക്കം ടു ക്ലാസി സാസ്. താങ്ക് യു. പിന്നെ നമ്മുടെ സ്വന്തം കുട്ടു, പ്രോ ഡ്രൈവേഴ്സ് രണ്ടുപേരും ഫ്രണ്ടിലിരിക്കുന്നത്, നല്ലപ്പൻ. അപ്പൊ നമ്മൾ പോവാണ്. എന്തായാലും ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോവല്ലേ, അപ്പോൾ എല്ലാവരും സ്റ്റോപ്പ് ചെയ്യുന്നൊരു സ്ഥലമാണല്ലോ ടിം ഹോട്ടൽസ്. അപ്പോൾ നമ്മുടെ സംഗൂന് വിശക്കുന്നതുകൊണ്ട് സംഗൂന് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങി അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. പോകുന്ന വഴിയിലുള്ള നല്ല ഗംഭീരമായ കാഴ്ചയായിരുന്നു ഇത്. മഞ്ഞുകൊണ്ട് റോഡ് ഏതാ വഴി ഏതാ ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇത്. മഞ്ഞിങ്ങനെ പാറിപ്പറന്ന് നടക്കുമായിരുന്നു. ഇതുപോലൊരു വലിയ വണ്ടി മുന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഫോർട്ട് സെൻറ്റ് ജോണിൽ നിന്ന് GP വരെയും ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ GP എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം നല്ലൂൻ്റെ അമ്മയ്ക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മെക്ഡിയിൽ കയറി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് ഓർഡർ ചെയ്യുക ചെയ്തിരുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു ഹോൾ ഡേ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി മാറ്റി വെച്ചേക്കില്ല. അപ്പോൾ എന്തായാലും ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് നേരെ വണ്ടി എടുത്തു. ആദ്യം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കോസ്കോയിലായിരുന്നു. ഞങ്ങളങ്ങനെ എപ്പോഴും കോസ്കോയിൽ പോയി ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല. വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ആയിരിക്കും കോസ്കോയിൽ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു പോക്കായിരുന്നു ഇത്. നമ്മളങ്ങനെ ഷോപ്പിങ്ങിന് വന്നേക്കുവാണ്. ഭയങ്കര വലിയ ഷോപ്പിംഗ് അവിടെ സംഗീത നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ഉണ്ട്, ചുമ്മാ വന്ന് കയറിയിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് കോസ്കോയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനെ ഒരുപാട് ഷോപ്പ് ചെയ്യാറൊന്നുമില്ല അങ്ങനെ പോയിട്ട്. പക്ഷേ ഇങ്ങനെ ചുമ്മാ അതിൽ കൂടി ഇങ്ങനെ നടക്കാനും ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണാനും പിന്നെ അവിടെ കുറേ സാമ്പിൾ കഴിക്കാൻ കിട്ടും നമുക്ക് ചുമ്മാ നടക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ കഴിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോസ്കോയിൽ വരുന്നതെന്ന് പറയുമ്പോഴൊരു ഭയങ്കര എനർജി എനിക്ക്. ഇത് കണ്ടില്ല എന്തോരം ടൈപ്പ് മുട്ടായിയൊക്കെ എങ്ങനെ ഇരിക്കുന്നത്. എല്ലാം നമുക്ക് കാണുമ്പോൾ വാങ്ങിക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ് ഇവിടെ.
ഇവിടെ ഓരോ സമയത്ത് വരുമ്പോഴും ഓരോരോ സാധനങ്ങളായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം കണ്ടത് നമുക്കതുകൊണ്ട് അടുത്ത പ്രാവശ്യം വാങ്ങിക്കാമെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. ആ ഒരു റേറ്റിലും ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഒരു ചോക്ലേറ്റ് സെക്ഷനിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും വൈറലായിട്ടുള്ള പീലേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വലിയ പാക്കായിരുന്നു അത്. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രീ സാമ്പിൾ കിട്ടുന്ന കോസ്റ്റ്കോയിലെ ഓരോ കൗണ്ടേഴ്സ്. അപ്പോൾ ഇതുപോലെ പല പല മൂലയ്ക്കും പല പല കൗണ്ടേഴ്സ് കാണും. നമുക്കവിടെ പോയി ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. അപ്പോൾ ചിലപ്പോൾ ഫ്രൂട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ അവർ സാമ്പിളായിട്ട് വെച്ചിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം, വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് കഴിക്കാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ കോസ്റ്റ്കോയിൽ വരുന്നത്. എവിടെ നല്ലത് കിട്ടും, എവിടെ നല്ലതുണ്ടെന്നുള്ള തേടിയുള്ള നടപ്പായിരുന്നു ഇത്. ശരിക്കും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇത് ഭയങ്കര രസമാണ്. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിയടിച്ചും ഇങ്ങനെ ഓരോ ഫുഡ് തേടി ഇങ്ങനെ പോകുന്നതും കഴിക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ എന്താ, ഒരു പകുതി വയറ് നിറയാനുള്ളത് ഇങ്ങനെ ഇതിനകത്തൊരു 2-3 മണിക്കൂർ നടന്നാൽ തന്നെ കിട്ടും. എന്നെ കണ്ടില്ല, ചവച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. എനിക്കൊരു നാണവും ഇല്ല ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ടായാലും. അങ്ങനെ ഇങ്ങനെ ബിഹേവ് ചെയ്യണം അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്കങ്ങ് തിന്നുകൊണ്ട് ഞാനങ്ങ് നടക്കുമായിരുന്നു അവിടെ ഫുള്ള്. അടുത്തതായിട്ട് അവതരിപ്പിക്കുന്നു മുട്ട ഉപ്പിലിട്ടത്. ഇവിടെ ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, ഇവിടെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസും എല്ലാം ഇവിടെ കിട്ടും. ഞാൻ ഒരു പ്രാവശ്യം റിവ്യൂ ചെയ്ത നമ്മുടെ മേബിലിൻ്റെ സ്കൈ മസ്കാരയാണ് എൻ്റെ ഇവിടെ 3 പാക്കിലായിട്ടൊക്കെ കിട്ടുന്നു. നല്ല വൈറലായിട്ടുള്ള അടിപൊളി പ്രോഡക്റ്റാണ് ഇത്. എല്ലാവരും ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ ഇത് 3 ആര് വാങ്ങിക്കാനല്ലേ, ആണെങ്കിൽ 3 ഫ്രണ്ട്സിന് വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്തെടുക്കാം. നല്ല അടിപൊളി മസ്കാരയാണിത്. അപ്പോൾ ഇത് ഇവിടെയും വന്നിട്ടുണ്ട്. അതുപോലെ കുറേ ഇങ്ങനെ നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സും ബോഡി കെയർ പ്രോഡക്ട്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. എന്തായി കണ്ണാ ഷോപ്പിംഗ്? ഒരു കൊട്ട സാധനം വാങ്ങിയിട്ടുണ്ടേ. അതുപോലെ തന്നെ ഫിഷും മീറ്റും ചിക്കനും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാം കിട്ടും, വാങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ഈ ബൾക്കായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർക്കും അങ്ങനെ സ്റ്റോർ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഓപ്ഷനാണ്. നമുക്കിതൊക്കെ വാങ്ങിച്ചാലും ഒരു 1 മന്തൊക്കെ ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയും വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. നമ്മളും എന്തൊക്കെയോ കണ്ണി കണ്ടതൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എന്തായാലും ബില്ലടിക്കുന്നതിന് മുന്നേ ഇതിലെ കുറേ സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സാമ്പിള് ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചത്. ഇവരാരും എൻ്റെ കൂടെ വന്നില്ല. അപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവർക്കത് ഇഷ്ടപ്പെട്ടിട്ട് ഇവർ വാങ്ങിക്കാൻ പോയിട്ട് അവർക്കത് കിട്ടിയില്ല. അപ്പം ഞാനത് വേഗം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. എന്തൊക്കെയാണോ ഞാൻ ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കഴിക്കണം, വീഡിയോ എടുക്കണം, എന്തെല്ലാമോ ഞാൻ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര ആവും നിന്റെ ഒരു കണക്കുകൂട്ടലിൽ? എത്രയാവും? ഞാൻ പറയുന്നൊരു 400 സംതിങ് ഒക്കെ ആവുമെന്ന്. കണ്ണെന്താ പറയുന്നത്? 300 400 ഞാൻ കണ്ടോ ഞാൻ പറഞ്ഞ എത്ര കറക്റ്റായി നോക്കിയേ. ഞാൻ പറഞ്ഞു 400 സംതിങ് ആവുമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വന്നു. ഇവരൊക്കെ പറഞ്ഞ തെറ്റിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കോസ്കോയുടെ തന്നെ ലിക്വർ സ്റ്റോറിലോട്ടായിരുന്നു വന്നത്. എന്തായാലും ഇവിടെ വരെ വന്നേല്ലേ, കുപ്പിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓടി നടന്ന് കുപ്പികളൊക്കെ നോക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു കുതിരക്കുട്ടനെ കണ്ടത്. കുതിരക്കുട്ടനകത്ത് ഇങ്ങനെ കള്ളൊക്കെ ഒഴിച്ച് വെച്ചേക്കുന്നു. ഏത് ബ്രാൻഡാണെന്നൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേവറേറ്റ് വൈനായിട്ടുള്ള ഗേൾസ് നൈറ്റ് ഔട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതും ചുമ്മാ തൊട്ട് നോക്കിയതേ ഉള്ളൂ, വാങ്ങിയിട്ടൊന്നുമില്ല. ഇവർ രണ്ടുപേരും ഓടി നടന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. 3-4 കുപ്പി, എൻ്റെ അമ്മോ. അടുത്ത് ഇവിടെ വേറൊരാൾ കുപ്പി എടുക്കുന്നുണ്ട്. കണ്ണ ഏതാ എടുക്കുന്നേ? നാടിനെ പ്രേമിക്കുന്നവൻ. ഇത്രയും ബ്രാൻഡ് ഇവിടെ ഇരുന്നിട്ട് ഓൾഡ് മങ്ക് മതി. ഓക്കെ വാ പോവാം, മതി ബാ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബൾക്ക് ബാനിലേക്കായിരുന്നു. അവിടെ നമുക്ക് നട്ട്സും ചോക്ലേറ്റ്സും അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടയായിരുന്നു. വലിയൊരു ഷോപ്പായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെപ്പോലെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഏതെടുക്കണം, ഏത് ടേസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരു മൂലയ്ക്കും ഒരു മൂല വരെ ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നടക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു കട ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടും ഭയങ്കര ക്ലീൻ ആയിട്ടുമായിരുന്നു ആ കട അവർ ചെയ്തേക്കുന്നത് കാണാൻ. നമുക്ക് ആർക്കായാലും വാങ്ങിക്കാൻ തോന്നുന്ന ഒരു നല്ലൊരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു അവിടെ. അപ്പം ഞാൻ പറയാമായിരുന്നു, ഇങ്ങനൊരു ഷോപ്പൊക്കെ തുടങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്ന്. ഇങ്ങനെ ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമായിരുന്നു. നല്ലതാണേലും ഓരോന്ന് കണ്ടിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനും അവൻ്റേതായിട്ടുള്ള രീതിയിൽ ഓരോന്നും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ചോക്ലേറ്റ്സും എന്താണ് അവിടെ ഇല്ലാത്തതെന്ന് എനിക്കതിൽ കുറേ സാധനങ്ങളുണ്ട്. ഇന്ന് സംഗീതയുടെ ഡേ ആണ്. അവളാണ് ഷോപ്പിംഗ്. കണ്ടോ, ഭയങ്കര റിച്ച് ലൈഫാണ്. പിസ്തേ കഴിക്കൂ.
നമ്മുടെ പൊടികൾ തന്നെ കണ്ടോ എത്ര ടൈപ്പാന്നുള്ളത്. നമ്മളങ്ങനെ ഫൈനലി എവിടെ എത്തിയിരിക്കുന്നു? സെഫോറ. ഒന്നും കഴിക്കത്തില്ല, എന്നാലും ചുമ്മാ പോവാ. എന്തായാലും സെഫോറയിൽ കയറണം, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഇത്രയും ബ്രാൻഡ്സും ഇത്രയും പ്രോഡക്ട്സും കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ വാങ്ങിക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. സംഖ്യയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഷോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പെർഫ്യൂം എടുക്കുന്നു, അടിക്കുന്നു, മണക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിലങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. രണ്ട് കാര്യം കൂടെ എനിക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അടുത്തയായിട്ട് നമ്മൾ സംഗീയുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലായിരുന്നു. അവർ തന്നെ നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം സ്കിന്നിൽ അവൾക്ക് കുറേ ഫൗണ്ടേഷൻ അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിലേതാണ് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ബെസ്റ്റ് എന്നെല്ലാം അവർ നോക്കിയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ സെഫോറയിൽ ഇങ്ങനൊരു സർവീസ് അവൈലബിൾ ആണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത് ചെയ്യുന്ന കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഷെയ്ഡൊക്കെ അറിയാൻ പറ്റി. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ മാർച്ചിലായതുകൊണ്ട് എനിക്ക് സെഫോറയിൽ നിന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി. അതെല്ലാവർക്കും കിട്ടും, അവരവരുടെ ബർത്ത്ഡേ മന്ത് വരുമ്പം അവിടെ ചെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഗിഫ്റ്റ് ആണെങ്കിലും എനിക്കിതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാട്ടോ. ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടൊരു സാധനം കിട്ടുക എന്നൊക്കെ പറയുമ്പം എന്തോ ഒരു ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഗിഫ്റ്റ് ഞാൻ നേരത്തെ മേടിച്ചെടുത്തു സെഫോറയിൽ നിന്ന്. അത് കഴിഞ്ഞ് ഷൂസൊക്കെ നോക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയായിരുന്നു. എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങളെ ഫുള്ളായിട്ട് ഈ മിററിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ ഒരു ബൂട്ട്സ് അതിൻ്റെ കൊടുത്ത് എന്തൊരു വൃത്തികേടാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ വിൻ്റർ ആയതുകൊണ്ട് വേറൊരു വഴിയില്ലായിരുന്നു. പിന്നെ ബാത്ത് ആൻഡ് ബോഡിയിൽ കയറി എന്തെങ്കിലും സെയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷേ അവിടെ സെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ഫുഡ് അടിക്കാനായിരുന്നു പോയത്. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നല്ല മലയാളി റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം വരത്തില്ലല്ലോ. അപ്പം നല്ല പഴംപൊരിയും ഉഴുന്നുവടയൊക്കെ കഴിച്ച് തുടങ്ങി. പിന്നെ നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പം തന്നെ എൻ്റെ ഫുൾ എനർജി എല്ലാം പോയി. ഇനിയും വ്ളോഗ് എടുക്കാനുള്ള ഒരു ത്രാണിയൊന്നും എനിക്കില്ലായിരുന്നു. ഫുഡ് കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. നല്ല ഫുഡായിരുന്നു, നമ്മൾ നേരത്തെ അവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ബിരിയാണി എല്ലാം ആയിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഒരു 7 മണി 7:30 ആകുമ്പോൾ എന്തായാലും വീട്ടിലെത്തണം. അപ്പോൾ ഇവിടുന്ന് ഒരു 5 മണി ആകുമ്പോഴെങ്കിലും ഇറങ്ങണം, കാരണം റോഡിൻ്റെ കണ്ടീഷൻ അത്രയും മോശം. അങ്ങോട്ട് പോയപ്പോൾ ഉള്ള ഒരു എനർജി എനിക്ക് തിരിച്ചു വന്നപ്പോൾ ഇല്ലായിരുന്നു. ബിരിയാണി കൂടെ കഴിച്ചുകൊണ്ട് നല്ല കിറങ്ങി കിടക്കുമായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.